പിന്നെ ബോച്ചേറ്റി മേടിച്ചപ്പോ അതിലുള്ള കൂപ്പണാ 17 എണ്ണം മേടിച്ച്. 17ലും ഒരു പൈസ അടിച്ചിട്ടില്ല. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് സാറിനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വന്ന് കണ്ടു, പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഇങ്ങനെ ആയതുകൊണ്ട്. നമസ്കാരം, നമ്മളിപ്പോ നിൽക്കുന്നത് ഓയൂരാണ് കേട്ടോ. ഓയൂര് നമ്മുടെ ബോച്ചേറ്റിയുടെ ഒരു ഔട്ട്ലെറ്റ് ഇന്ന് ഉദ്ഘാടനമായിരുന്നു. അപ്പൊ ബോച്ച എത്തുന്നത് അറിഞ്ഞ് ഒരുപാട് ആളുകൾ ഇന്ന് അവിടെ എത്തി. അതുപോലെ എത്തിയ ഒരു ചേച്ചിയാണ്. ചേച്ചി ഏകദേശം ഒരു 10-17 ബോച്ചേറ്റി മേടിച്ചിട്ടുണ്ട്. അതിന്റെ ഇതൊക്കെയാണ് കൂപ്പണുകളൊക്കെ കയ്യിരിക്കുന്നത്. പക്ഷെ ഒന്നും അടിച്ചിട്ടില്ല. പക്ഷെ ഇതൊന്നും ചേച്ചിക്ക് വിഷമമില്ല. ചേച്ചിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ ചേച്ചി കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബോച്ചയെ അടുത്ത് വന്ന് കണ്ടിട്ട് പെട്ടെന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു ചേച്ചിക്ക്. അപ്പോൾ ഫോൺ എടുക്കാൻപ്പോഴത്തേക്ക് ആ ഫോൺ കംപ്ലൈന്റ് ആയി പോയി കേട്ടോ. അപ്പൊ ആ കംപ്ലൈന്റ് ആയപ്പോഴത്തേക്ക് ചേച്ചിക്ക് കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതിന്റെ വിഷമം കൊണ്ടാണ് കരഞ്ഞു പോയത്. അപ്പൊ ഇവിടം വരെ വന്ന് ചേച്ചി എവിടെ ബോച്ചയുടെ ഇത് കണ്ടു കഴിഞ്ഞാലും അവിടെ അങ്ങ് ഇറങ്ങും. ബോച്ചയുടെ എവിടെയെങ്കിലും ഫോട്ടോ ഏതെങ്കിലും കടയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഇറങ്ങിയിട്ട് ആ കടയിൽ നിന്ന് ബോച്ചേറ്റി എടുത്തോണ്ടാ പോകുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ ചേച്ചിക്ക് ബോച്ചേറ്റി വാങ്ങാനുള്ള പൈസ ഇല്ല കേട്ടോ. ഏതായാലും ബോച്ച ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായും ഈ ചേച്ചിയെ ഒന്ന് നേരിട്ടൊന്ന് വിളിച്ചാൽ ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഞാൻ കല്ലറയുന്നു. ഇത് ഓയൂര് ബോച്ചെ സാറിനെ കാണാനായിട്ട് ഞാൻ രാവിലെ ഇറങ്ങി വന്നതാ. ഇത് കണ്ട് പിന്നെ ബോച്ചേറ്റി മേടിച്ചപ്പോ അതിലുള്ള കൂപ്പണാ 17 എണ്ണം മേടിച്ച്. 17ലും ഒരു പൈസ അടിച്ചിട്ടില്ല. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് സാറിനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വന്ന് കണ്ടു, പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഇങ്ങനെ ആയതുകൊണ്ട്, കംപ്ലൈന്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് സങ്കടം വന്നു. അതുകൊണ്ട് എനിക്ക് ഇത് 17 എണ്ണം ഉണ്ട്. 17 എണ്ണം, 15 ഒന്നും ഇന്നലെ 2 എണ്ണം എടുത്ത്. അപ്പൊ ഇന്നലെ 2 എണ്ണം എടുത്തപ്പോഴത്തേക്കും ആ ബോച്ചെ സാറിന്റെ കടയിരുന്ന ഇത് വിൽക്കുന്ന പിള്ളേരുടെ അടുത്ത് തന്നെ ഞാൻ കൊടുത്തു. അവര് തന്നെ ഇതാക്കി തന്നു. എന്നിട്ടും അന്ന് വെളുപ്പില് 10:30 മണി കഴിഞ്ഞിട്ട് ഇന്നലെ നോക്കി, അപ്പോഴടിച്ചിട്ടില്ല. 17 എണ്ണം അടിച്ചിട്ടില്ല. ബോച്ചയെ കണ്ടു, സന്തോഷമായി. ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ട് അത് പറ്റില്ല. എന്നാൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് എടുക്കുന്നില്ല. ഈ വണ്ടിക്കൂലിക്കുള്ള പൈസയേ ഉള്ളൂ. കല്ലറന്ന്, കല്ലറ താളക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത്, കല്ലറ റൂട്ട്. ഓയൂര് വരെ വന്നു. എനിക്ക് അങ്ങനെ വണ്ടിക്കൂലി ആയോളൂ. എനിക്ക് സങ്കടമായി പോയി. ഫോട്ടോ എടുക്കാനും പറ്റില്ല, ഫോണും പെട്ടെന്ന് ഇതായി പോയി. സാറിനെ കണ്ട് ഇതായില്ല, മതിയായില്ല. ഫോണിൽ കൂടെ എന്നും എല്ലാ വീഡിയോയും കാണാറുണ്ട്. സാറിന്റെ ചാട്ടവും ഓട്ടവും എല്ലാം കാണും. അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ച് കാണണമെന്നില്ല. സാറിന് വന്നിട്ട് എനിക്ക് സാറിനെ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. താങ്ക്സ് ഒക്കെ കൊടുത്തു. പക്ഷെ ഫോട്ടോ എടുക്കാൻ മാത്രം നല്ല പറ്റിയിട്ടില്ല. വേറൊരു യൂട്യൂബിലുള്ളൊരു സാറാണ് എന്നെ അടുത്ത് നിർത്തി. അവര് ഫോണിൽ ഒരു വീഡിയോ ഫോട്ടോ എടുത്ത് എന്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്ത് തന്നു എനിക്ക് കാണാനായിട്ട്. സന്തോഷമായി. സംസാരിക്കാൻ, പക്ഷെ അത് നടക്കത്തില്ലല്ലോ. സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു തിരക്കുള്ള ആളല്ലേ, അപ്പൊ പിന്നെ അത് പറ്റത്തില്ലല്ലോ. എനിക്ക് മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ട്. ഒരു 100 രൂപ പോലും കിട്ടിയില്ല. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ലോട്ടറി എടുക്കുന്നതിനേക്കാളും ഇതാ നല്ലത്. നമ്മൾ കൊടുക്കുന്ന 10 രൂപയെങ്കിലും നമുക്ക് കിട്ടാതിരിക്കത്തില്ലല്ലോ. ചായയൊക്കെ ഇഷ്ടം പോലെ കുടിച്ചു. എന്റെ വീട്ടിൽ ഇനി ഇരിപ്പുണ്ട് 10-15 എണ്ണം ഇരിപ്പുണ്ട് തേയില. ഞാനും അത് പഞ്ചസാര പോലും ഇല്ലാതെ തന്നെ ഞാൻ കുടിക്കുന്നത്. വെറും ചായ ഇട്ടിട്ടേ. ഞാൻ കാണുന്ന എവിടെയെങ്കിലും ഇത് കണ്ട, പക്ഷെ ബസ്സിൽ നമ്മൾ ഇന്നടുത്ത് പോകുമ്പോ അറിയത്തില്ല, എവിടെയൊക്കെ ഉണ്ടെന്നുള്ള അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടാണ് ഞാൻ മേടിക്കുന്നത്. അപ്പൊ തന്നെ ഇന്നലെ പുനലൂർ ആശുപത്രി പോയതാ. പുനലൂർ ആശുപത്രി പോയപ്പോ സാറിന്റെ ഫോട്ടോ ഇങ്ങനെ തൂണിലിരിക്കുന്ന ഞാൻ കണ്ടു. ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. തിരിച്ചവിടെ വന്നപ്പോ ഞാൻ അവിടെ ഇറങ്ങി കടയിൽ കയറി 2 തേയില മേടിച്ച് ആ പിള്ളേര് തന്നെ ഇത് എനിക്കിഷ്ടമാണ്. ഇങ്ങനെ കണ്ട കാണിക്കുമല്ലോ ഇങ്ങനെ.